കൺമുന്നിലെ സർവ്വതിനെയും വിഴുങ്ങിയ മഹാപ്രളയം ഈ പുണ്യസങ്കേതത്തിന് മുന്നിൽ മാത്രം തോറ്റുപോയതെങ്ങനെ? കേദാർനാഥ് ജ്യോതിർലിംഗത്തെ കാത്തുരക്ഷിക്കാൻ ഭഗവാൻ അയച്ച ആ നിഗൂഢ ശിലയുടെ രഹസ്യം നിങ്ങൾക്കറിയാമോ? 2013 ജൂൺ 16 പ്രകൃതി അതിൻ്റെ സംഹാര താണ്ഡവമാടിയ ആ കറുത്ത രാത്രി. ഹിമാലയത്തിൻ്റെ മുകളിൽ നിന്ന് മരണത്തിൻ്റെ വേഗതയിൽ കുത്തി ഒലിച്ചു വന്ന പ്രളയജലം കേദാർനാഥ് പട്ടണത്തെ സെക്കൻഡുകൾക്കുള്ളിൽ തുടച്ചു നീക്കി. പക്ഷേ ആയിരക്കണക്കിന് ഭക്തർ അഭയം പ്രാപിച്ച ആ പുരാതന ക്ഷേത്രത്തിന് മാത്രം ഒരു പോറില് പോലും ഏറ്റില്ല. മന്ദാകിനി നദി കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് കൂറ്റൻ പാറക്കൂട്ടങ്ങളും മണ്ണും ആ പവിത്രമായ ക്ഷേത്രത്തിന് നേരെ അതിവേഗം പാഞ്ഞെടുത്തു. ഉള്ളിൽ മരണം മുഖാമുഖം കണ്ട് പ്രാർത്ഥിച്ചിരുന്ന ഭക്തർ അത് തങ്ങളുടെ അവസാന നിമിഷമെന്ന് കരുതി. എന്നാൽ ആ ഇരുട്ടിൽ ഒരത്ഭുതം സംഭവിച്ചു. പെട്ടെന്നാണ് മലമുകളിൽ നിന്ന് ഒരു കൂറ്റൻ പാറ ഉഗ്രശബ്ദത്തോടെ ഉരുണ്ടുവന്നത്. ക്ഷേത്രത്തിന് തൊട്ടു പിന്നിൽ കൃത്യം നടുവിലായി ആ പാറ ഉറച്ചു നിന്നു. പിന്നാലെ വന്ന പ്രളയജലത്തെയും വിനാശകാരിയായ പാറകളെയും ആ ശില രണ്ടായി വിഭജിച്ചു. സാക്ഷാൽ ഭഗവാൻ ശിവൻ അയച്ച സുരക്ഷാ കവചം പോലെ ആ പാറ അവിടെ നിലകൊണ്ടു. ശാസ്ത്രം ഇതിനെ ഒരു യാദൃശ്ചികതയെന്ന് ലളിതമായി വിശേഷിപ്പിച്ചേക്കാം. എന്നാൽ കോടിക്കണക്കിന് വിശ്വാസികൾക്ക് ഇതൊരു വെറും പാറയല്ല, സാക്ഷാൽ മഹാദേവൻ തൻ്റെ ഭക്തർക്കായി അയച്ച ദിവ്യ കവചമാണ്. ഇന്നും ആ തിരുനടയിലെത്തുന്ന ഓരോ ഭക്തനും ഈ ഭീംശിലയ്ക്ക് മുന്നിൽ വിസ്മയത്തോടെ ശിരസ് നമിക്കുന്നു.